ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസുകളെ കുറിച്ചാണ്. മലയാളം സെന്റൻസുകൾ പറയാം, എന്നിട്ട് ആ സെന്റൻസുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. ആദ്യത്തെ സെന്റൻസ് നോക്കിയേ. നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായെന്ന് തോന്നുന്നു. നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായെന്ന് തോന്നുന്നു. തോന്നുന്നു, എനിക്ക് തോന്നുന്നു എന്നതിന് നമുക്ക് I think. It is a long time. It is a long time since we have met. നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായെന്ന് തോന്നുന്നു. I think it's a long time since we have met. അടുത്ത സെന്റൻസ് നീ പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ടുണ്ടോ? ഉണ്ടോ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ആണ്. ഇവിടെ നീ ആയതുകൊണ്ട് ഹാവ്. ഹാവ് യു അപ്ലൈഡ് ഫോർ പാസ്പോർട്ട്? നീ പാസ്പോർട്ടിന് അപേക്ഷിച്ചിട്ടുണ്ടോ? ഹാവ് യു അപ്ലൈഡ് ഫോർ പാസ്പോർട്ട്? അടുത്ത സെന്റൻസ്. യാത്രയിലുടനീളം കുട്ടികൾ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഈ ഉടനീളം എന്ന അർത്ഥത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ത്രൂ ഔട്ട് എന്നൊരു വേർഡാണ്. അപ്പൊ എഴുതാം ത്രൂ ഔട്ട്, ഉടനീളം. Throughout the journey, the children were restless. Throughout the journey, the children were restless. അല്ലെങ്കിൽ they were making noise എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ ആണ്. Throughout the journey, the children were restless. അടുത്ത സെന്റൻസ്. എനിക്ക് അവളോട് സംസാരിക്കണം. അപ്പൊ ഇവിടെ സംസാരിച്ചേ മതിയാകൂ. അതുകൊണ്ട് I must speak to her. എനിക്ക് അവളോട് സംസാരിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ എനിക്ക് അവളോട് സംസാരിക്കണം എന്നത് നിർബന്ധമാണ്. I must speak to her. എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? കുറച്ചുകൂടി ഫോർമൽ ആണ്, സ്പെസിഫിക് ആണ്. അപ്പൊ നമുക്ക് ചോദിക്കാം, what are your requirements? What are your requirements? ഇത് കുറച്ച് ഫോർമൽ ആണ്. എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ? What are your requirements? അടുത്ത സെന്റൻസ് നോക്കാം. നീ അവളോട് യോജിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നീ അവൾ പറഞ്ഞ കാര്യത്തോട് യോജിക്കുന്നുണ്ടോ? Do you agree with her? Do you agree with her? നീ അവളോട് യോജിക്കുന്നുണ്ടോ? ഞാൻ അവിടെ പോകും. ഫ്യൂച്ചർ ആണല്ലേ. അപ്പോ I will go there. നീ അവിടെ പോകുമോ? ക്വസ്റ്റ്യൻ ആക്കുന്നതാണ്. ഈ വില്ല് ആദ്യം എഴുതിയാൽ മതി. Will you go there? നീ അവിടെ പോകുമോ? Will you go there? അടുത്ത സെന്റൻസ്. നീ അത് ചെയ്യുമായിരുന്നോ? Would you do it? നീ അത് ചെയ്യുമായിരുന്നോ? അവൻ ഇവിടെ വന്നിട്ടുണ്ട്. He has come here. അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഉണ്ടെന്ന അർത്ഥത്തിനാണ് ഹാസ് അല്ലെങ്കിൽ ഹാവ് യൂസ് ചെയ്യുന്നത്. അവനായതുകൊണ്ട് he has. അടുത്ത സെന്റൻസ് നോക്കാം. നീ വൈകുന്നേരം ഇവിടെ വന്നാൽ
നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാം. നീ വൈകുന്നേരം ഇവിടെ വന്നാൽ നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാം. നീ വൈകുന്നേരം ഇവിടെ വന്നാൽ. If you come here in the evening, നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാം. We can go to temple together. പ്രൈമറി പർപ്പസ് ആണ്, അതുകൊണ്ടാണ് ടെമ്പിളിന്റെ മുന്നിൽ ദ ചേർക്കാഞ്ഞത്. മുൻപൊരു ദിവസം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. If you come here in the evening, we can go to temple together. നീ വൈകുന്നേരം ഇവിടെ വന്നാൽ നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോകാം. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? What shall I do? What shall I do? ഞാൻ എന്ത് ചെയ്യും? എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്കെന്ത് ചെയ്യാൻ കഴിയും? What can I do? What can I do? എനിക്കെന്ത് ചെയ്യാൻ കഴിയും? അവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? What will she do alone? അവൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? What will she do alone? നിനക്ക് ഇതിലെന്തു കാര്യം? നിനക്ക് ഇതിലെന്തു കാര്യം? What business have you got in this? Have you got in this? നിനക്ക് ഇതിലെന്തു കാര്യം? What business have you got in this? അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. She hasn't done anything wrong. Anything wrong. She hasn't done anything wrong. അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല. എനിക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല. I don't know anything about it. I don't know anything about it. എനിക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല. എനിക്ക് ഉത്തരം അറിയില്ല. എനിക്ക് ഉത്തരം അറിയില്ല. I don't know the answer. I don't know the answer. എനിക്ക് അയാളെ അറിയില്ല. എനിക്ക് അയാളെ അറിയില്ല. I don't know him. I don't know him. എനിക്ക് അയാളെ അറിയില്ല. അവർക്ക് അവളുടെ സ്വഭാവം അറിയില്ല. അവർക്ക് അവളുടെ സ്വഭാവം അറിയില്ല. They don't know her character. അവർക്ക് അവളുടെ സ്വഭാവം അറിയില്ല. They don't know her character. ഇന്നത്തെ നമ്മുടെ വീഡിയോ സെന്റൻസുകളെ കുറിച്ച് മാത്രമായിരുന്നു. മലയാളത്തിൽ പറഞ്ഞിട്ട് അത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.